ഇല്ലത്തുനിന്ന് അങ്ങ് ഇറങ്ങുകയും ചെയ്തു, അമ്മാത്തോട്ട് അങ്ങ് എത്തിയില്ല താനും. അതാണ് നമ്മുടെ അഭിശ്രീയുടെ ഒരു കാര്യം എന്ന് വെച്ചാൽ, പുള്ളി ബിഗ് ബോസ് പഠിച്ച് പ്രാക്ടീസൊക്കെ ചെയ്തു വന്നത് നമ്മുടെ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ്റെ ഫിഗർ പിടിക്കാൻ വേണ്ടിയാണ്. അതുപോലെ നല്ല അഗ്രസീവായിട്ട് എല്ലാത്തിനെയും ക്വസ്റ്റ്യൻ ചെയ്യുന്ന, നല്ല ലൗഡായിട്ട് സംസാരിക്കുന്ന ഒരു ക്യാരക്ടറൊക്കെ പിടിച്ചിട്ടാണ് പുള്ളി വന്നത് കേട്ടോ. പക്ഷേ കളിച്ച് പിടിച്ച് വന്നപ്പോൾ നമ്മുടെ ജിൻഡോയുടെ ഏകദേശം ഫിഗറിലോട്ടാണ് പുള്ളി എത്തിയിരിക്കുന്നത് കേട്ടോ. ഒരു കാര്യമില്ലാണ്ട് വെറുതെ ഇരിക്കുന്ന രേണുസുധിയുടെ മുകളിലോട്ട് കയറി വെറുതെ ചൊറിയുക എന്നുള്ള കാര്യമാണ്. തലവേദനയും ഉറക്കമൊക്കെ മനുഷ്യന്മാർക്ക് സ്വാഭാവികമായിട്ട് വരുന്ന കാര്യമല്ലേ. അതൊരു വലിയ ഇഷ്യൂ ആക്കി എടുക്കേണ്ട യാതൊരു കാര്യവുമില്ല. എസ്പെഷ്യലി ഈ ഒരു സ്റ്റേജിൽ നമ്മുടെ ഗെയിമൊക്കെ ഒരു എൻഡ് സ്റ്റേജിലോട്ടൊക്കെ വരുമ്പോഴത്തേക്ക് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളിലൊക്കെ ആൾക്കാർ ഭയങ്കര ദേഷ്യപ്പെടുന്നതും ഒക്കെ സ്വാഭാവികമാണ് കേട്ടോ. ഇത് ജസ്റ്റ് ഒരു റൂമിലോട്ട് കയറുന്നതേ ഉള്ളൂ. അതിൻ്റെ പിറ്റേ ദിവസം തന്നെ ഇങ്ങനൊരു അടി ഉണ്ടാക്കേണ്ട യാതൊരു കാര്യവുമില്ല. ഇത് പുള്ളി പ്രീ പ്ലാൻ ചെയ്ത് പഠിച്ചിട്ട് വന്ന കാര്യമാണ്. നമ്മളൊരു എക്സാമിന് പോകുമ്പോഴത്തേക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ പഠിച്ചിട്ട് അങ്ങോട്ട് പോകും. എന്നിട്ട് അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്ക് ക്വസ്റ്റ്യൻ കാണുമ്പോഴത്തേക്ക് ഈ ക്വസ്റ്റ്യൻ സെയിം ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ അറിയാവുന്ന ക്വസ്റ്റ്യൻ ആദ്യം എഴുതത്തില്ലേ, ആ ഒരു പരിപാടിയാണ് നമ്മുടെ അഭിശ്രീ ഇവിടെ ചെയ്തിരിക്കുന്നത്. പുള്ളി പഠിച്ച് ട്രെയിനായിട്ട് വന്ന കാര്യം പെട്ടെന്ന് കണ്ടപ്പോഴത്തേക്ക് അറിയാവുന്ന കാര്യമൊക്കെ പെട്ടെന്ന് എഴുതിയ ഒരു പരിപാടിയാണ് പുള്ളി ഇവിടെ ചെയ്തിരിക്കുന്നത് കേട്ടോ. അതുപോലെ തന്നെ രേണുസുധി ആരും അധികം ശ്രദ്ധിക്കാതെ ഒരു സൈഡിൽ കൂടെ പോകുന്ന ഒരാളെ ലൈം ലൈറ്റിൽ കൊണ്ടുവന്നിട്ട് നല്ല ക്യാമറ സ്പേസ് രേണുസുധിക്ക് കൊടുത്ത ഒരു എപ്പിസോഡ് തന്നെയായിരുന്നു ഇത് കേട്ടോ. നമ്മൾ കമൻസ് ഒക്കെ വായിക്കുമ്പോൾ നമുക്കറിയാം ഒത്തിരി ആൾക്കാർ രേണുസുധിക്ക് സപ്പോർട്ടായിട്ട് വരുന്നുണ്ട്. ഈ രേണുസുധിയുടെ ഒരു കാര്യം പറഞ്ഞാൽ പുള്ളിക്കാരി ഓൾറെഡി നെഗറ്റീവാണ്, നെഗറ്റീവിൻ്റെ എക്സ്ട്രീമാണ്. അപ്പോൾ പുള്ളിക്കാരിക്ക് ഒന്നും പോകാനില്ല, കിട്ടാൻ മാത്രമേ ഉള്ളൂ. അപ്പം ഈ രേണുസുധിയെ പുള്ളി വെറുതെ രേണുസുധിയെ അറ്റാക്ക് ചെയ്തപ്പോഴത്തേക്ക് എന്താണ് വന്നത്, രേണുസുധിക്ക് ഒരു ചെറിയൊരു പോസിറ്റീവ് കണ്ടപ്പോഴത്തേക്ക് ആൾക്കാർ എന്ത് ചെയ്തു, രേണുസുധിയെ പെട്ടെന്ന് സപ്പോർട്ട് ചെയ്യാനും ചെയ്തു. പക്ഷെ അത് ഏറ്റവും വലിയ ഡേഞ്ചറാണ് കേട്ടോ. നമുക്കിവിടെ വന്ന് ശാരിക, നമ്മുടെ ആങ്കർ ഉണ്ട്, അതുപോലെ രേണുസുധി ഉണ്ട്. ഇവർക്കൊക്കെ പുറത്ത് ഭയങ്കര നെഗറ്റീവാണ്. അവർക്ക് പോസിറ്റീവായിട്ട് ഒന്നും തന്നെ ഇല്ല, അവരെ നെഗറ്റീവായിട്ട് കാണുന്നതാണ്. പക്ഷേ അങ്ങനെയുള്ള ആൾക്കാർക്ക് ഇങ്ങനെ അവരെ ടാർഗറ്റ് ചെയ്ത് പറയുമ്പോൾ, ഒരു അനാവശ്യമായിട്ട് അവരെ ഫോക്കസ് ചെയ്യുമ്പോൾ, അവരിൽ ചെറിയൊരു നന്മ കണ്ടാലും ആൾക്കാർ അവരെ പെട്ടെന്ന് ഇഷ്ടപ്പെടാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. ബിക്കോസ് അവിടെ നമ്മൾ പ്രതീക്ഷിക്കുന്നതെല്ലാം നെഗറ്റീവാണ്. പക്ഷേ അവിടെ നിന്നും ചെറിയൊരു പോസിറ്റീവ് കാണുമ്പോഴത്തേക്ക് ആൾക്കാർ പെട്ടെന്ന് അങ്ങോട്ട് പോകാനുള്ള കാര്യമുണ്ട് കേട്ടോ. ഇത് തന്നെയാണ് നമ്മൾ ഈ കമൻറ്റ് ബോക്സിലും അല്ലെ റിവ്യൂവേഴ്സിൻ്റെ ഒക്കെ വീഡിയോസിലൊക്കെ കണ്ടത്. ഒത്തിരി ആൾക്കാർ രേണുസുധിയെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലേക്കാണ് വന്നത് കേട്ടോ. പുള്ളി ഉദ്ദേശിച്ചത്, നമ്മുടെ അഭിശ്രീ ഉദ്ദേശിച്ചത് നമ്മുടെ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ്റെ ഒരു വയലൻസും ദേഷ്യപ്പെടലൊക്കെ കാണിക്കാൻ വേണ്ടിയാണ് ഉദ്ദേശിച്ചത്. പക്ഷേ എൻഡ് ഓഫ് ദി ഡേ അത് രേണുസുധിക്ക് സപ്പോർട്ടായിട്ടാണ് മാറിയിരിക്കുന്നത് കേട്ടോ. ഇനി രേണുസുധി അത്യാവശ്യം നല്ലതായിട്ട് ചെറിയ ഗെയിമൊക്കെ കളിക്കുവാണെങ്കിൽ പുള്ളിക്ക് നല്ലൊരു ഒരു കൂട്ടം ആൾക്കാരെ സപ്പോർട്ടേഴ്സായിട്ട് എടുക്കാനുള്ള ചാൻസസ് ഉണ്ട് കേട്ടോ. അപ്പോൾ പുള്ളി കാണിച്ചത് ഒരു അബദ്ധം തന്നെയാണ്. പിന്നെയുള്ളതാണ് നമ്മുടെ അപ്പാനി ശരത്ത്. കഷ്ടമുണ്ട് മാഷേ, കഷ്ടം. എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ എന്നൊക്കെ പറഞ്ഞ് കേട്ടില്ലേ, അതാണ് പുള്ളി. നമ്മുടെയൊക്കെ ഈ കവലകളിലൊക്കെ കുറച്ച് ചേട്ടന്മാരൊക്കെ കൂടിയിരുന്നിട്ട് നല്ല ഈ കമൻ്റ് അടിക്കുന്ന ഒരു പരിപാടിയില്ലേ, ഒരാൾക്കാർ അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് നല്ല ഡയലോഗൊക്കെ അടിക്കുന്നത്, അമ്മാതിരി പരിപാടിയാണ് നമ്മുടെ അപ്പാനി ശരത്തിൻ്റെ പരിപാടി. അത് കറക്റ്റായിട്ട് മനസ്സിലാക്കിയ ആളുണ്ട് കേട്ടോ, നമ്മുടെ ഗെയ്സൽ എന്നല്ല പുള്ളിക്കാരുടെ പേര്. പുള്ളിക്കാരി പറഞ്ഞിട്ടുണ്ട് നിങ്ങളൊരു ഗുണ്ട ഗ്യാങ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അത് കറക്റ്റാണ് പറഞ്ഞത്. ഈ അപ്പാനി ശരത്തിൻ്റെ ആക്ടിവിറ്റി എന്ന് വെച്ചാൽ പുള്ളി തന്നെ നിൽക്കുമ്പം അധികം സ്ട്രോങ് അല്ല. കുറച്ച് കൂട്ടുകാരൊക്കെ ആയിട്ട് ഇരുന്നിട്ട് നമ്മൾ കണ്ടിട്ടില്ലേ, കുറച്ച് കൂട്ടുകാരോടൊക്കെ പോയിരുന്നിട്ട് കവലയിൽ കലിങ്കിലൊക്കെ വന്നിട്ട് കമൻ്റ് അടിക്കുന്ന കുറച്ച് ചേട്ടന്മാരൊക്കെ ഇല്ലേ, ആ ഒരു വൈബാണ് പുള്ളി കേട്ടോ. പക്ഷേ പുള്ളി തന്നെ നേരെ നിർത്തി നോക്കട്ടെ, എനിക്ക് തോന്നുന്നില്ല പുള്ളി അത്രയും അഗ്രസീവായിട്ട് അത്രയും ഒരു അഗ്രസീവായിട്ട് സംസാരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ബിഗ് ബോസിലെ ഫസ്റ്റ് ഡേയിലെ കാഴ്ചകൾ എന്ന് പറയുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നു ഗെയിം അങ്ങനെ സ്റ്റാർട്ട് ആവേണ്ട സമയമല്ല. ഇപ്പം ആൾക്കാരൊക്കെ ആയിട്ട് വൈബ് അടിച്ച് ആൾക്കാരെ മനസ്സിലാക്കി മുമ്പോട്ട് പോകേണ്ട ഒരു ടൈമാണ് ഇപ്പോൾ. ബിഗ് ബോസിൻ്റെ റീസെൻറ്റ് ട്രെൻഡ് എന്ന് പറഞ്ഞാൽ ആദ്യമേ അഗ്രസീവായിട്ട് നിന്ന ആൾക്കാരൊക്കെ പെട്ടെന്ന് ഔട്ടായി പോയിട്ട് പിന്നെ ഒരു ഗെയിമിൻ്റെ പകുതി ആകുമ്പോൾ കുറച്ച് ആൾക്കാർ പൊങ്ങി വന്ന് അവരാണ് പ്രൈസ് കൊണ്ടുപോകുന്നത്, അല്ലെ ലാസ്റ്റ് 5 നിൽക്കുന്നതാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ആ രീതി നോക്കുവാണെങ്കിൽ അപ്പാനി ശരത്തും അതുപോലെ അഭിശ്രീയൊക്കെ കാണിക്കുന്നത് അബദ്ധമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്താണെങ്കിലും പുതിയ അവരുടെ ഗെയിമിനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം.